ഓൾ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ പറയാറുള്ള ഇതുപോലെയുള്ള സെൻറ്റൻസ് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം, എങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഒരുപാട് തവണ ഇന്നതായിട്ടും ഇന്നത് ചെയ്തു, അതായത് അത്രയ്ക്കും പ്രയാസപ്പെട്ടിട്ടും ഞാനിത് ചെയ്തു, ഇത്രയ്ക്കും സമയമുണ്ടായിട്ടും ഞാനിത് ചെയ്തില്ല, ഇത്രയ്ക്കും സാധനം ഉണ്ടായിട്ടും എനിക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ല, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു 2-3 വേർഡ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഞാനൊരു സെൻറ്റൻസ് പറയുകയാണ്. എനിക്ക് ദാഹിച്ചിട്ടും ഞാൻ വെള്ളം കുടിച്ചില്ല. എനിക്ക് ദാഹിച്ചുവെങ്കിലും ഞാൻ വെള്ളം കുടിച്ചില്ല. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് പറയണം എന്ന് പറയുന്നത്, എനിക്ക് ദാഹിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുക? ഐ വാസ് തേഴ്സ്റ്റി അല്ലേ. ഐ വാസ് തേഴ്സ്റ്റി, ഐ വാസ് തേഴ്സ്റ്റി, എനിക്ക് ദാഹിച്ചു. ഇനി ഞാൻ വെള്ളം കുടിച്ചില്ല എന്ന് പറയണം. ഐ ഡിഡിൻ ഡ്രിങ്ക് വാട്ടർ, ഐ ഡിഡിൻ ഡ്രിങ്ക് വാട്ടർ, ഞാൻ വെള്ളം കുടിച്ചില്ല. അപ്പോൾ ഇത് 2 സെൻറ്റൻസ് ആണല്ലോ. ഈ 2 സെൻറ്റൻസിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ദാഹിച്ചുവെങ്കിലും ഞാൻ വെള്ളം കുടിച്ചില്ല, എനിക്ക് ദാഹിച്ചിട്ട് പോലും ഞാൻ വെള്ളം കുടിച്ചില്ല, ഇങ്ങനെ പറയണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഒറ്റ സെൻറ്റൻസ് ആക്കി മാറ്റാം അല്ലേ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വേർഡാണ് ഓൾ ദോ, ഈവൻ ദോ, ദോ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്സുകൾ. ഇത് 3ഉം ഒരേ മീനിങ്ങിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ നമ്മൾ കാര്യമായിട്ട് നമ്മുടെ ഗ്രാമറിൽ നമ്മൾ ഓൾ ദോയും ഈവൻ ദോയും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ സിറ്റുവേഷനിലാണ് നമ്മൾ ദോ എന്ന് യൂസ് ചെയ്യാറ്. 3ഉം ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഗ്രാമർ ബേസ് ചെയ്ത് പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ അതിൻ്റേതായ റൂൾസ് അനുസരിച്ച് തന്നെ നമ്മൾ യൂസ് ചെയ്യുക. നമുക്ക് സംസാരത്തിൽ ഇതുപോലെ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് ഏതായിരുന്നു? എനിക്ക് ദാഹിച്ചിട്ടും ഞാൻ വെള്ളം കുടിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് ദാഹിച്ചുവെങ്കിലും ഞാൻ വെള്ളം കുടിച്ചില്ല, എനിക്ക് ദാഹിച്ചിട്ട് പോലും ഞാൻ വെള്ളം കുടിച്ചില്ല, ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഫസ്റ്റ് നമ്മുടെ സെൻറ്റൻസ് എന്താ? ഐ വാസ് തേഴ്സ്റ്റി, എനിക്ക് ദാഹിച്ചിരുന്നു. ഐ ഡിഡിൻ ഡ്രിങ്ക് വാട്ടർ, ഞാൻ വെള്ളം കുടിച്ചില്ല. ഇതിനെ നമുക്കൊരു സെൻറ്റൻസ് ആക്കി മാറ്റണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓൾ ദോ യൂസ് ചെയ്ത് പറയാം. ഓൾ ദോ ഐ വാസ് തേഴ്സ്റ്റി, ഓൾ ദോ ഐ വാസ് തേഴ്സ്റ്റി, എന്നിട്ടൊരു കോമ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഓൾ ദോ നമുക്ക് സെൻറ്ററിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏത് സെൻറ്റൻസ് ആണ് എന്നിട്ടും എന്ന് പറയുന്നത് അതിൻ്റെ കൂടെയാണ് നമ്മൾ ഓൾ ദോ, ഈവൻ ദോ, ഓൾ ദോയും ഈവൻ ദോയും യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ദോ ഞാൻ അവസാനം പറയാം. അപ്പോൾ എനിക്ക് ദാഹിച്ചുവെങ്കിലും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഓൾ ദോ ഐ വാസ് തേഴ്സ്റ്റി, ഒരു കോമ ഇട്ടിട്ട് വേണം അടുത്ത സെൻറ്റൻസ് പറയാനായിട്ട്. ഐ ഡിഡിൻ ഡ്രിങ്ക് വാട്ടർ, ഞാൻ വെള്ളം കുടിച്ചില്ല. ഇനി ഇതേ ഒരു സെൻറ്റൻസ് ഇങ്ങനെ പറയുകയാണ്. എനിക്ക് വിശന്നുവെങ്കിലും ഞാൻ ഭക്ഷണം കഴിച്ചില്ല. എനിക്ക് വിശന്നിട്ടും ഞാൻ ഭക്ഷണം കഴിച്ചില്ല എന്നെങ്ങനെ അറിയാം? ഓൾ ദോ ഐ വാസ് ഹംഗ്രി, ഐ ഡിഡിൻ ഈറ്റ് ഫുഡ്, ഞാൻ ഭക്ഷണം കഴിച്ചില്ല. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ട്രസ് ചെയ്ത് പറയണം. അതായത് എനിക്ക് വിശന്നിട്ട് പോലും ഞാൻ ഭക്ഷണം കഴിച്ചില്ല. ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈവൻ ദോ യൂസ് ചെയ്ത് പറയേണ്ടത്. ഒരു വ്യത്യാസമില്ല. ഫസ്റ്റിൽ നമ്മൾ ഓൾ ദോ യൂസ് ചെയ്ത സ്ഥാനത്ത് തന്നെ നമ്മൾ ഈവൻ ദോ കൊടുക്കുക. അതിനുശേഷം ഐ വാസ് തേഴ്സ്റ്റി അല്ലെങ്കിൽ ഐ വാസ് ഹംഗ്രി എന്ന് കൊടുക്കുക. ഒരു കോമ ഇടുക. ഐ ഡിഡിൻ ഈറ്റ് ഫുഡ് അല്ലെങ്കിൽ ഐ ഡിഡിൻ ഡ്രിങ്ക് വാട്ടർ, എന്താണോ നമുക്ക് പറയാനുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഈവൻ ദോയും ഓൾ ദോയും ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ. ഓക്കെ, ഇനി നമ്മൾ വേറെ സെൻറ്റൻസ് നോക്കുകയാണ്. നമ്മളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ വൈകി എങ്കിലും നമുക്ക് പോകേണ്ട ബസ് തന്നെ കിട്ടി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഞാൻ ബസ് സ്റ്റോപ്പിലെത്താൻ വൈകിയെങ്കിലും എനിക്ക് ആ ബസ് തന്നെ കിട്ടി. ഞാൻ ബസ് സ്റ്റോപ്പിലെത്താൻ വൈകിയെങ്കിലും എനിക്ക് ആ ബസ് കിട്ടി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഇത് പറയുമ്പോഴേ നമ്മൾ ഒരുപാട് തവണ മലയാളത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. എങ്ങനെ പറയാം? എനിക്ക് ബസ് കിട്ടി ഒരു സെൻറ്റൻസ് ആണ്. അതുപോലെ തന്നെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്താൻ വൈകി എന്നുള്ളത് വേറൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിലെത്താൻ വൈകിയെങ്കിലും എനിക്ക് ആ ബസ് കിട്ടി എന്നാണ്.
അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏതിൻ്റെ കൂടെയാണ് ഓൾദോ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈവൻ ദോ യൂസ് ചെയ്യേണ്ടത്? ഞാൻ ബസ് സ്റ്റോപ്പിലെത്താൻ വൈകി അതിൻ്റെ കൂടെയാണ് അല്ലേ. അപ്പോൾ എങ്ങനെ പറയണം? ഓൾദോ ഐ വാസ് ലേറ്റ് ടു റീച്ച് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഞാൻ ബസ് സ്റ്റോപ്പിലെത്താൻ വൈകിയെങ്കിലും എനിക്ക് ആ ബസ് കിട്ടി എന്നാണ്. ഐ ഗോട്ട് ദാറ്റ് ബസ്. ഐ ഗോട്ട് ദാറ്റ് ബസ്. എനിക്ക് ആ ബസ് കിട്ടി അല്ലേ. നമ്മൾ ഇത്തിരി വൈകിയെങ്കിലും ആ ബസ് കിട്ടി എന്നാണ് പറയുന്നത്. അപ്പം ഓൾദോ ഐ വാസ് ലേറ്റ് ടു റീച്ച് അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഐ ഗോട്ട് ദാറ്റ് ബസ്. എനിക്ക് ആ ബസ് കിട്ടി. ക്ലിയർ ആണല്ലോ. ഇനി ഇത് ഒന്നും കൂടി നമുക്ക് ഞാൻ ബസ് സ്റ്റോപ്പിലെത്താൻ വൈകിയെങ്കിൽ പോലും എനിക്ക് ആ ബസ് കിട്ടി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ഗ്രാമർ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഈവൻ ദോ യൂസ് ചെയ്ത് പറയാം. ഫസ്റ്റ് ഈവൻ ദോ യൂസ് ചെയ്യുക, അതിനുശേഷം ഐ വാസ് ലേറ്റ് ടു റീച്ച് അറ്റ് ദ ബസ് സ്റ്റോപ്പ്, ഒരു കോമ ഇടണേ, കോമ മറക്കരുത്. അതിനുശേഷം ഐ ഗോട്ട് ദാറ്റ് ബസ് എന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, സ്കൂളിലോ ഓഫീസിലോ എവിടെയെങ്കിലും നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്, നേരത്തെ പോയി, പക്ഷേ എന്നിട്ടും നമുക്ക് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഞാൻ ഇപ്പം നേരത്തെ നമ്മൾ ബസ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ വൈകിപ്പോയെങ്കിലും എനിക്ക് ആ ബസ് കിട്ടി എന്ന് പറഞ്ഞു. അതുപോലെ നേരത്തെ പോയെങ്കിലും എനിക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാറുണ്ടല്ലോ. ഇതെങ്ങനെ പറയാ? അതായത് ഞാൻ നേരത്തെ പോയി അപ്പം അതിന് നമുക്ക് ഇങ്ങനെ പറയാം, ഐ ലെഫ്റ്റ് ഏർലി അല്ലേ. ഞാൻ നേരത്തെ പുറപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ നേരത്തെ പോയി. ഐ കുഡിൻ അറ്റൻഡ് ദ മീറ്റിംഗ്. എനിക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇത് രണ്ട് സെൻറ്റൻസ് ആണ്. ഈ രണ്ട് സെൻറ്റൻസിനെയും നമ്മൾ കൂട്ടി യോജിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പോയെങ്കിലും എനിക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഓൾദോ ഐ ലെഫ്റ്റ് ഏർലി. ഞാൻ നേരത്തെ പോയെങ്കിലും ഐ കുഡിൻറ്റ് അറ്റൻഡ് ദ മീറ്റിംഗ്. എനിക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇനി ഇത് ഈവൻ ദോ യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈവൻ ദോ ഐ ലെഫ്റ്റ് ഏർലി ഐ കുഡിൻറ്റ് അറ്റൻഡ് ദ മീറ്റിംഗ്. എനിക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, എൻ്റെ കയ്യിൽ പണം ഉണ്ടായിട്ടും എനിക്കത് വാങ്ങാൻ കഴിഞ്ഞില്ല അല്ലേ. എൻ്റെ കയ്യിൽ പണം ഉണ്ടായിട്ടും എനിക്കത് വാങ്ങാൻ കഴിഞ്ഞില്ല. അപ്പം എൻ്റെ കയ്യിൽ പണമുണ്ട്, എനിക്ക് അത് വാങ്ങാൻ കഴിഞ്ഞില്ല. രണ്ട് സെൻറ്റൻസ് ആണ്. എൻ്റെ കയ്യിൽ പണമുണ്ട്, ഐ ഹാവ് മണി ഇൻ മൈ ഹാൻഡ്. എൻ്റെ കയ്യിൽ പണമുണ്ട്, എനിക്കത് വാങ്ങാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് ബൈ ഇറ്റ്. എനിക്കത് വാങ്ങാൻ കഴിഞ്ഞില്ല. അപ്പം ഇതിനെ നമുക്ക് കൂട്ടി യോജിപ്പിക്കണം. ഓൾദോ ഐ ഹാവ് മണി ഇൻ മൈ ഹാൻഡ്. എൻ്റെ കയ്യിൽ പണം ഉണ്ടായിട്ടും ഐ കുഡിൻറ്റ് ബൈ ഇറ്റ്. എനിക്കത് വാങ്ങാൻ കഴിഞ്ഞില്ല. സിമ്പിളാണല്ലോ. ഈ ഓൾദോനെ മാറ്റിയിട്ട് അവിടെ ഈവൻ ദോ യൂസ് ചെയ്യുക. പക്ഷേ ഈ ഒരു സെൻറ്റൻസ് കഴിഞ്ഞിട്ട് സെൻറ്ററിൽ കോമ ഇടാൻ മറക്കരുത് കേട്ടോ. ആ കോമ ഇല്ലെങ്കിൽ സെൻറ്റൻസ് മാറിപ്പോകും. അപ്പം നമ്മൾ ഓൾദോയെ യൂസ് ചെയ്യുമ്പോൾ, ഫസ്റ്റിൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സെൻറ്ററിൽ കോമ ഇടുക. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പം എന്തോ ഒരു സാധനം നമ്മുടെ വീട്ടിലൊക്കെ മക്കൾ പോകുമ്പോഴോ അതുപോലെ വീട്ടിലുള്ള ഹസ്ബൻഡ് പോകുമ്പോഴോ വേറെ ആരെങ്കിലുമൊക്കെ പുറത്ത് പോകുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മേശപ്പുറത്ത് വെച്ചു. ആ വെച്ച സാധനം അവരെടുത്തില്ല. ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടും അവൻ അതെടുത്തില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഞാൻ മേശപ്പുറത്ത് വെച്ചു, ഐ പുട്ട് ഓൺ ദ ടേബിൾ. ഞാൻ മേശപ്പുറത്ത് വെച്ചു, അവൻ എടുത്തില്ല. He didn't take it. അവനത് എടുത്തില്ല. ഇപ്പം താക്കോലാവാം, അല്ലെങ്കിൽ ഫോണാവാം, ബാഗ്, അങ്ങനെ എന്തെങ്കിലും, പണം, അങ്ങനെ എന്തെങ്കിലും സാധനം അല്ലേ. അതിനാണ് അവിടെ ഇറ്റത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസ് ഇങ്ങനെയാണ്, ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടും അവനതെടുത്തില്ല എന്നാണ് പറയുന്നത്. ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അവനത് എടുത്തില്ല, അല്ലെങ്കിൽ ഞാൻ മേശപ്പുറത്ത് വെച്ചെങ്കിലും അവനത് എടുത്തില്ല, ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ട് പോലും അവനത് എടുത്തില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഓൾദോ ഐ പുട്ട് ഓൺ ദ ടേബിൾ, ഹി ഡിഡ്ന്റ് ടേക്ക് ഇറ്റ്. അവനത് എടുത്തില്ല. ഓക്കെ, നെക്സ്റ്റ്, ഇവിടെ നമുക്ക് ഈവൻ ദോ യൂസ് ചെയ്ത് പറയട്ടോ. നമ്മൾ ട്രസ് ചെയ്ത് പറയുമ്പോൾ ഈവൻ ദോ ഐ പുട്ട് ഓൺ ദ ടേബിൾ,
he didn't take it. Okay. അവന് കാറുണ്ട്, അവൻ നടന്നു പോയി. അല്ലേ? അവന് കാറുണ്ട് എന്നിട്ടും അവൻ നടന്നു എന്ന് പറയാറുണ്ടല്ലോ. അവന് കാറുണ്ടായിട്ടും അവൻ നടന്നു, അവന് കാറുണ്ടായിട്ട് പോലും അവൻ നടന്നു പോയി എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോ അവന് കാറുണ്ട്, he has a car, he has the car. അല്ലേ? അവന് കാറുണ്ട്. അവൻ നടന്നു പോയി എന്ന് പറയുമ്പോൾ he walked, അവൻ നടന്നു. ഇതെങ്ങനെ നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ പറ്റും? although he has the car, although he has the car, he walked, he walked, അവൻ നടന്നു, നടന്നു പോയി എന്ന് പറയുമ്പോൾ അവൻ നടന്നു എന്നാണ്. അപ്പം he walked. അപ്പം although he has the car, he walked. he has the car എന്ന് കഴിഞ്ഞിട്ടൊരു കോമ, അതിനുശേഷം he walked, അവൻ നടന്നു. even though ആണെങ്കിൽ even though he has the car, he walked, അവൻ നടന്നു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, അവൾക്ക് പനിയുണ്ടെങ്കിലും അവൾ വീട്ടുജോലി മുഴുവനും ചെയ്തു. അവൾക്ക് പനി ഉണ്ടായിട്ടും അവൾ വീട്ടുജോലി മുഴുവനും ചെയ്തു. അപ്പം അവൾക്ക് പനിയുണ്ട്, she has a fever, she has a fever. അവൾക്ക് പനിയുണ്ട്, അവൾ വീട്ടുജോലി മുഴുവനും ചെയ്തു എന്നെങ്ങനെ പറയാം? she has done whole work at home. വീട്ടിലെ ജോലി മുഴുവനും അവൾ ചെയ്തു. അപ്പം അതിനെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ although she has a fever, she has done whole work at home. Okay. അപ്പോൾ although she has a fever, she has done whole work at home. അപ്പോൾ അതിനെ നമുക്ക് even though യൂസ് ചെയ്യുകയാണെങ്കിൽ although-നെ മാറ്റിയിട്ട് even though കൊടുക്കുക. even though she has a fever, she has done whole work at home. Okay. നെക്സ്റ്റ്, എൻ്റെ കയ്യിൽ പണം ഉണ്ടായിട്ടും ഞാൻ അവനെ സഹായിച്ചില്ല. എൻ്റെ കയ്യിൽ പണമുണ്ട്, ഞാൻ അവനെ സഹായിച്ചില്ല. I have money in my hand. I didn't help him. ഞാൻ അവനെ സഹായിച്ചില്ല. ഇത് നമുക്ക് although യൂസ് ചെയ്ത് എങ്ങനെ പറയാൻ പറ്റും? although I have money in my hand. എൻ്റെ കയ്യിൽ പണം ഉണ്ടായിട്ടും I didn't help him. ഞാൻ അവനെ സഹായിച്ചില്ല. ഓക്കെ. ഇനി even though ആണെങ്കിൽ even though I have money in my hand, I didn't help him. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ even though-യും although-യും യൂസ് ചെയ്യേണ്ടത്. ഇനി ഇതേ സെൻറ്റൻസുകളിൽ നമ്മൾ ദോ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ദോ നമ്മൾ എപ്പോഴും സ്പോക്കൺ ഇംഗ്ലീഷിലാണ് യൂസ് ചെയ്യുക കേട്ടോ. നമ്മൾ എഴുതുന്ന സമയത്തൊന്നും ഈ ദോ യൂസ് ചെയ്തുകൊണ്ട് പറയാറില്ല. നമ്മളെപ്പോഴും മത്സര പരീക്ഷകളിൽ നമുക്ക് ഈവൻ ദോ ഓൾദോ ഒക്കെയാണ് യൂസ് ചെയ്യാനായിട്ട് വരിക. അപ്പോൾ അത് ശ്രദ്ധിച്ച് ഇതുപോലെ ചെയ്യുക. വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ആയിട്ട് പോലും ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഈവൻ ദോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓൾദോ യൂസ് ചെയ്യാം. ഓക്കെ. ഇനി ദോ യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ അവസാനമാണ്. അതായത് എൻ്റെ കയ്യിൽ പണമുണ്ട് പക്ഷേ ഞാൻ അവനെ സഹായിച്ചില്ല എന്ന് പറയുന്ന പക്ഷേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ദോ യൂസ് ചെയ്യുന്നത്. അപ്പം എങ്ങനെ പറയും എന്ന് നോക്കാം. ഐ ഹാവ് മണി ഇൻ മൈ ഹാൻഡ്. അവിടെ കോമയൊന്നും വേണ്ട. ഐ ഡിഡിന്റ് ഹെൽപ്പ് ഹിം ദോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാ സെൻറ്റൻസുകളിലും നമ്മൾ അവസാനം ദോ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ദോ യൂസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ എല്ലാറ്റിനും എങ്കിലും, എന്നിട്ടും, എന്നിട്ട് പോലും, അതുപോലെ പക്ഷേ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾ ദോയും ഈവൻ ദോയും യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരിക്കലും നോട്ടിഫിക്കേഷൻ ഫോണിലേക്ക് എത്തില്ല കേട്ടോ. ഇനിയും എൻ്റെ വീഡിയോസുകൾ കാണണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ അതുപോലെ പറയാനുള്ളത് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.